നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സെലക്ടർമാർക്കെതിരെ സഞ്ജു സാംസൺ ഈ അടുത്തിടെ തനിക്ക് നേരിട്ട അവഗണനയെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പല പ്രതിഭയുള്ള താരങ്ങളെയും ബോധപൂർവം സെലക്ടർമാർ അവഗണിച്ച നിരവധി കാര്യങ്ങൾ, നിരവധി താരങ്ങളുടെ കഥകൾ നമുക്കിവിടെ തുറന്നു പറയാനാകും. പ്രതിഭയുള്ള പല താരങ്ങളെയും ബോധപൂർവം അവഗണിക്കുന്ന ഇന്ത്യൻ സെലക്ടർമാർ ഈ സെലക്ടർമാർക്കിടയിലുണ്ട്. ഇങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും കൂടുതൽ തവണ അവഗണന നേരിട്ട പല താരങ്ങളും തങ്ങൾക്ക് നേരിട്ട അവഗണനയിൽ മനംനൊന്ത് സെലക്ടർമാർക്കെതിരെ പ്രതികരിച്ചതിന് ഒരുപാട് തെളിവുകളുണ്ട്. അത്തരത്തിൽ ചില താരങ്ങളുടെ വെളിപ്പെടുത്തലുകൾ നമുക്കിവിടെ നിന്ന് ഓർത്തെടുക്കാം. അതായത് സാധാരണ നിലയിൽ സഞ്ജു സാംസൺ ഒരിക്കലും ഈ കഴിഞ്ഞ ഒരു കാലയളവ് വരെയും ഒരിക്കലും ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയിട്ടേയില്ല. ഈ തുറന്നു പറച്ചിലിൽ സഞ്ജു സാംസൺ തനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ നേരിട്ട് ഈ പറയുന്ന രീതിയിൽ സെലക്ടർമാർക്കെതിരെ പരോക്ഷമായിട്ടാണെങ്കിലും പറയുകയുണ്ടായി. ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ഒരു താരമാണ് സഞ്ജു സാംസൺ. ഈ മലയാളി ക്രിക്കറ്റ് താരം ഇന്ത്യക്കായി 2020 ലോകകപ്പ് കിരീടം അടക്കം നേടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും പിന്തുണ നൽകാൻ ഈ സെലക്ടർമാർ ഇനിയും തയ്യാറായിട്ടില്ല. ഈ 2020 ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് നേടിക്കൊടുത്ത സഞ്ജു സാംസണൊപ്പം അന്ന് ഇന്ത്യൻ ടീമിൽ ഓപ്പണറായി ഉണ്ടായിരുന്ന പല താരങ്ങളും അവർക്ക് മുമ്പുണ്ടായിരുന്ന പ്രതിഭയുടെ 7 അയലത്ത് പോലും എത്താൻ കഴിയാത്ത രീതിയിലാണ് ഇന്ന് അവർ ടീമിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അവർ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് സെലക്ടർമാർ ഒന്നും പറയുന്നില്ല? ഇപ്പോൾ ഈ കഴിഞ്ഞ സിംബാബ്വെ പര്യടനത്തിലുള്ള ടീമിൽ പോലും സഞ്ജു സാംസണെ ഒഴിവാക്കുകയാണ് ഈ സെലക്ടർമാർ ചെയ്തത്. ഇതിൻ്റെ പിന്നാലെ വ്യാപകമായിട്ടുള്ള വിമർശനം ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ സഞ്ജുവിനെ ടീമിൽ എടുക്കാത്തതിൽ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യൻ ഓപ്പണറായിട്ടുള്ള വീരേന്ദ്ര സേവാങ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മധ്യനിര താരമായിരുന്ന സുരേഷ് റൈന അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഈ മുൻ താരങ്ങളൊക്കെയും തന്നെ രംഗത്തെത്തിയപ്പോഴും സെലക്ടർമാർക്ക് പറയാൻ ന്യായീകരണം നിരവധി ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ വിചിത്രവുമായിരുന്നു. ഇതിന് പിന്നാലെ സഞ്ജു സാംസൺ തന്നെ സെലക്ടർമാർക്കെതിരെ ആഞ്ഞടിക്കുന്ന സാഹചര്യം, അതായത് മുതിർന്ന താരങ്ങൾ പറഞ്ഞു, സെലക്ടർമാരുടെ ന്യായീകരണം വന്നു. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പിന്നാലെ സഞ്ജു സാംസൺ സെലക്ടർമാർക്കെതിരെ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. സഞ്ജു സാംസൺ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. അതായത് ഈ പറയുന്ന രീതിയിൽ തനിക്ക് നേരിട്ട ഈ വിമർശനങ്ങളൊന്നും തന്നെ താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണ് എന്ന് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. എങ്കിലും തൻ്റെ ആ വിമർശനങ്ങളൊന്നും തന്നെ നേരിട്ടല്ലാതെ അദ്ദേഹം പരോക്ഷമായിട്ടെങ്കിലും പറഞ്ഞു. ഇതിൽ തനിക്കിനി ടീമിൽ അംഗമാകുന്നതിന് വേണ്ടി തൻ്റെ ഒപ്പം കളിക്കുന്ന ആരുടെ ഒപ്പവും ഒരു ഓട്ട മത്സരത്തിന് താൻ തയ്യാറല്ല. തൻ്റെ ഒപ്പമുള്ള ആരുമായിട്ടും താൻ മത്സരിക്കുന്ന ടീമിൽ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന മത്സരം എതിർ ടീമിനോട് മാത്രമാവുക, അത് മാത്രമേ തനിക്കിനി തൻ്റെ മുന്നിലുള്ളൂ. തനിക്ക് കളിക്കാൻ കഴിയുന്ന സ്വസിദ്ധമായ രീതിയിൽ താൻ ഇനിയും കളിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മലയാളി താരം പറഞ്ഞത്. സഞ്ജുവിൻ്റെ വാക്കുകളിൽ പ്രതിഷേധവും നിരാശയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ സഞ്ജു മാത്രമല്ല സെലക്ടർമാർക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വ്യക്തമാണ്. ഇത്തരത്തിൽ സെലക്ടർമാർക്കെതിരെ നിരവധി താരങ്ങൾ നേരിട്ടും അല്ലാതെയും പ്രതികരിച്ചതിൻ്റെ ഒരു നീണ്ട നിര തന്നെ നമുക്കിവിടെ പറയാൻ കഴിയും. അത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ചില കളിക്കാരും അവർ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നും അത് ഏതൊക്കെ താരങ്ങളാണ് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യം നമുക്ക് പറയാൻ കഴിയുന്നത്, പെട്ടെന്ന് ഓർമ്മ വരുന്നത് അമ്പാട്ടി റായിഡു എന്ന ഇന്ത്യൻ മധ്യനിര താരത്തെക്കുറിച്ചാണ്. 4-ാം നമ്പറിലെ മികച്ച റെക്കോർഡുള്ള താരമാണ് അമ്പാട്ടി റായിഡു. 2019 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ തീർച്ചയായിട്ടും അമ്പാട്ടി റായിഡുവിനെ പരിഗണിക്കുമെന്നാണ് എല്ലാ ക്രിക്കറ്റ് ആരാധകരും കരുതിയത്. എന്നാൽ റായിഡുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് പോലുമില്ല. ഇത് റായിഡുവിനും അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും ഒരുപോലെ നിരാശയുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ സെലക്ടർമാർക്കെതിരെയും അന്നത്തെ പരിശീലകനായിരുന്ന രവിശാസ്ത്രിക്കെതിരെയും തുറന്നടിച്ചിരുന്നു. ഇങ്ങനെ അമ്പാട്ടി റായിഡുവിന് പകരം വന്ന് ടീമിലെടുത്തത് വിജയ് ശങ്കർ എന്ന മറ്റൊരു താരത്തെയായിരുന്നു. ഇങ്ങനെ വിജയ് ശങ്കറിനെ എന്തിന് ടീമിൽ എടുത്തു എന്ന് ചോദിച്ചുകൊണ്ടുള്ളത് അത് മറ്റൊരു വിവാദമായി അക്കാലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. അടുത്ത മറ്റൊരു താരത്തെക്കുറിച്ച് നമുക്കിവിടെ പറയാനാണെങ്കിൽ IPL താരമായിരുന്ന രാഹുൽ തവാട്ടിയെക്കുറിച്ചാണ്. ഈ IPL ക്രിക്കറ്റിൽ ഒരു ഏറ്റവും നല്ല ഫിനിഷറുടെ റോളിൽ മികവ് കാണിച്ച ഒരു ഓൾറൗണ്ടറാണ് രാഹുൽ തവാട്ടിയ. ഒരു മികച്ച സ്പിന്നർ കൂടിയാണ് അദ്ദേഹം.
ഇങ്ങനെ രാഹുൽ തവാട്ടിയെ ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ പ്രകടനത്തിൽ അദ്ദേഹത്തിൻ്റെ കളി കണ്ടിട്ടുള്ള ക്രിക്കറ്റ് ആരാധകരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് വിളിക്കും എന്ന് കരുതിയിരുന്നു. 1 2 തവണ അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച രീതിയിൽ ആ താരത്തിന് ഒരു പരിഗണന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ടർമാർ നൽകിയില്ല. അദ്ദേഹത്തിനെ അവഗണിക്കാനുണ്ടായത്. ഇതോടെ രാഹുൽ തവാട്ടിയ സെലക്ടർമാർക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. ഇപ്പോഴും അദ്ദേഹം IPL ക്രിക്കറ്റ് ടീമിൽ സജീവമാണ്. അദ്ദേഹത്തെ ഇന്ത്യൻ ടീം സെലക്ടർമാർ പിന്നീട് പരിഗണിച്ചിട്ടേയില്ല. അടുത്ത നമുക്ക് മറ്റൊരു പേര് പറയാനാണെങ്കിൽ പൃഥ്വി ഷാ എന്ന ഒരു താരത്തെക്കുറിച്ചാണ്. പൃഥ്വി ഷാ ഇന്ത്യയുടെ സൂപ്പർ താരമായി വളർന്നു വരാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന ഒരു താരമാണ്. എന്നിട്ട് അത്തരത്തിലൊരു സൂപ്പർ താരമായി അദ്ദേഹം വളർന്നു വരും എന്നാണ് ക്രിക്കറ്റ് ലോകവും ക്രിക്കറ്റ് നിരീക്ഷകരും എഴുത്തുകാരും ഒക്കെ തന്നെ പറഞ്ഞത്. പൃഥ്വി ഷാ അണ്ടർ-19 ലോകകപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുത്ത ആ ടീമിൻ്റെ നായകനായിരുന്നു. കൂടാതെ അരങ്ങേറ്റ ടെസ്റ്റിൽ പൃഥ്വി ഷാ കളിച്ച ആദ്യത്തെ ടെസ്റ്റിൽ ഇന്ത്യക്കായിട്ട് സെഞ്ചുറി നേടിയിരുന്നു. എന്നാൽ പൃഥ്വി ഷായ്ക്ക് തുടർന്നങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഫോം നിലനിർത്താനായില്ല. ഫോമിലെ സ്ഥിരതയില്ലായ്മ, ഫിറ്റ്നസ് ഇല്ല, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ പൃഥ്വി ഷായ്ക്ക് വൻ തിരിച്ചടിയായി. ഒടുവിൽ പൂർണ്ണമായിട്ടും താരത്തെ തഴയപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിനെതിരെ താരം രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ പൃഥ്വി ഷായ്ക്ക് ഒരു സ്ഥിര സ്ഥാനം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. മറിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മികച്ച ഓപ്പണർമാരിൽ ഒരാളായി തൻ്റെ പ്രതിഭ തെളിയിക്കാൻ പൃഥ്വിക്ക് ആകുമായിരുന്നു എന്ന് ഉറപ്പായിട്ടും ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് കരുതുകയും ചെയ്യാം. ഇനി മറ്റൊരു താരത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യൻ മുൻ നായകനും സൂപ്പർ ഓപ്പണറുമായിരുന്ന രോഹിത് ശർമ്മയെക്കുറിച്ചാണ്. ഒരിക്കൽ സെലക്ടർമാർക്കെതിരെ അദ്ദേഹവും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് 2011 ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് രോഹിത് ശർമ്മ തഴയപ്പെട്ടിരുന്നു. ഇതിൽ അദ്ദേഹത്തിന് കടുത്ത നിരാശയുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഇന്ത്യൻ സെലക്ടർമാർക്കെതിരെ പരോക്ഷമായിട്ടുള്ള വിമർശനവും ആ കാലയളവിൽ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. ഈ രോഹിത് ശർമ്മ തന്നെയാണ് ഇന്ത്യക്ക് 2 ICC ട്രോഫി നേടിക്കൊടുത്തത്. അങ്ങനെ 2 ICC ട്രോഫി നേടിക്കൊടുത്ത നായകനായി തീർന്ന ഈ പറയുന്ന രോഹിത് ശർമ്മ പോലും സെലക്ടർമാർക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നാം തുടക്കത്തിൽ പറഞ്ഞു വന്നതിലേക്ക് തന്നെ തിരികെ പോകാം. ഒരു സഞ്ജു സാംസൺ മാത്രമല്ല, സഞ്ജു സാംസൺ ഇങ്ങനെ തനിക്കെതിരെ കടുത്ത അവഗണന പല സമയത്തും നേരിടുമ്പോഴും ഈ കഴിഞ്ഞ തവണ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതിൻ്റെ ഒരു വാക്കോ മറ്റ് കടുത്തൊരു സംസാരമോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അത്തരത്തിൽ സഞ്ജു പ്രതികരിക്കാതിരിക്കുന്നത് അദ്ദേഹം ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനായതുകൊണ്ട് ആണ് എന്ന് പോലും സുനിൽ ഗവാസ്കർ എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സഞ്ജുവിന് വേണ്ടി പറയുന്ന മുൻനിര താരങ്ങൾ പറയുന്നതിനൊക്കെ തന്നെയും അദ്ദേഹത്തിന് പ്രതിഭയുണ്ടോ, പ്രതിഭ ഇല്ലാഞ്ഞിട്ടാണോ അദ്ദേഹം ഇന്ത്യക്ക് 2020 ലോകകപ്പ് കിരീടം നേടിക്കൊടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴും അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യാതിരുന്ന സെലക്ടർമാർക്ക് അതിനുള്ള ഉത്തരം പറയാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല.